മമ്മൂട്ടിയെ നടിയുടെ പാൻറ്റിൽ പിടിച്ചു എന്ന് പറഞ്ഞ അന്നൊരു ഇഷ്യൂ ഉണ്ടാക്കിയത് ആരായിരുന്നു? അവരുടെ ഒരു അംഗം തന്നെയാണ്. അതെല്ലാം ഒരു വിഷയം തന്നെയാണ്. അങ്ങനെ പറയുമ്പോൾ ഒരു അവാർഡിൻ്റെ ശില്പം കാണുമ്പോൾ, ഒരു കേരള സംസ്ഥാന അവാർഡിൻ്റെ ശില്പം കാണുമ്പോൾ അത് കണ്ടിട്ട് എനിക്ക് വല്ലാത്തൊരു വികാരമാണ് ഉണ്ടാകുന്നത് എന്ന് പറയുന്നത് സ്ത്രീകളെ തന്നെയാണ് ഈ പറയുന്നത്. അത് പ്രതികരിക്കേണ്ട കാര്യം. കാരണം ഇത് സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കാൻ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു കൂട്ടായ്മയാണ്. സ്ത്രീകളുടെ നന്മയ്ക്ക് വേണ്ടി, സ്ത്രീകൾ അപമാനപ്പെടുമ്പോൾ സ്ത്രീകൾക്ക് വേണ്ടി ഞങ്ങളുണ്ട്, നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ഞങ്ങളുണ്ട്, നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ എന്ന് പറയാൻ ഇത്രയും ഉന്നത ഇതിൽ ജീവിക്കുന്ന, അല്ലെങ്കിൽ ഈ ഇൻഡസ്ട്രിയിൽ എല്ലാ രീതിയിലും കഴിവുകൾ തെളിയിച്ചിട്ടുള്ള അവർക്കല്ലാതെ വേറെ ആർക്കാണ് സാധിക്കുക? ഇതിപ്പോൾ ഭാഗ്യലക്ഷ്മി പറയുന്നത് ഒരു ഭരണഘടനാപരമായ സംവിധാനത്തിൽ നമുക്ക് ആരോപിക്കാൻ പറ്റുന്ന, ഇല്ലെങ്കിൽ ഭരണഘടനാ സംവിധാനത്തിൽ നമ്മൾ ചെയ്യേണ്ട ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. ഇപ്പോൾ സർക്കാർ ബോഡി അല്ല ഇതൊരു പ്രൈവറ്റ് സംവിധാനം, ഇല്ലെങ്കിൽ ഒരു. അപ്പൊ നിങ്ങൾ ഇങ്ങനെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇത് ഇങ്ങനെയാണ് അത് ഇങ്ങനെയാണ്. പക്ഷേ ഭാഗ്യലക്ഷ്മി ചോദ്യം ചെയ്യുമ്പോൾ ഇതൊന്നുമില്ല. ഭാഗ്യലക്ഷ്മിക്ക് ചോദ്യം ചെയ്യാം, അത് ഭാഗ്യലക്ഷ്മിയുടെ സ്വാതന്ത്ര്യമാണ്. അവർക്ക് ഇഷ്ടമുള്ള വിഷയത്തിൽ അവർ പ്രതികരിക്കട്ടെ, അവർക്ക് ഇഷ്ടമില്ലാത്ത വിഷയത്തിൽ അവർ പ്രതികരിക്കാതിരിക്കട്ടെ. അവരുടെ ശത്രുക്കൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ അവർ പ്രതികരിക്കട്ടെ, അവരുടെ മിത്രങ്ങൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ പ്രതികരിക്കാതിരിക്കട്ടെ. അത് അങ്ങനെ അങ്ങ് മുമ്പോട്ട് പോട്ടെ. ശരി, അവർക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ വെച്ച് കോൺക്ലേവ് നടത്തട്ടെ. അല്ലല്ല, സെലക്റ്റീവായ പ്രതികരണങ്ങൾ നമ്മൾ പറയാം. പക്ഷെ സർക്കാരിന്റെ സംവിധാനം വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ചുകൂടെ ഫോക്കസ്. അത് സർക്കാർ, നിങ്ങളിപ്പോ സർക്കാരിന്റെ കാര്യമല്ലല്ലോ ചോദിച്ചത്. അല്ല, സർക്കാരിന്റെ WCCക്ക് വേണ്ടിയാണല്ലോ ഇപ്പോ കേസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരിക്കലും അല്ല. സർക്കാരിന്റെ കോൺക്ലേവ് എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ് ഭാഗ്യലക്ഷ്മിയുടെ അടുത്തുള്ള ചോദ്യം. സർക്കാരിൻ്റെ കോൺക്ലേവ് എന്ന് പറയുന്നത് സർക്കാർ തീരുമാനിക്കും ഇതിൽ ആരിക്കണം എന്നുള്ളത്. അത് ഭാഗ്യലക്ഷ്മി പറഞ്ഞാലും സർക്കാർ സ്വീകരിക്കില്ല, WCC പറഞ്ഞാലും സ്വീകരിക്കില്ല, ഫെഫ്ക പറഞ്ഞാലും സ്വീകരിക്കില്ല, അമ്മ പറഞ്ഞാലും സർക്കാർ തീരുമാനിക്കും ഇവിടെ ആരിക്കണം. അല്ല, പൊതു അഭിപ്രായം പറയുന്നതിൽ ഭാഗ്യലക്ഷ്മി എന്നോട് ചോദിച്ചാൽ അപ്പം ഞാൻ പറയും, സർക്കാരിനോട് ഞാൻ പറയും. അല്ല, അപ്പം എന്താണ് അതിൻ്റെ ഒരു വിഷൻ എന്താണെന്നാണ് മനസ്സിൽ കിടക്കുന്നത്? എനിക്ക് എല്ലാ സംഘടനയിൽ നിന്നും പ്രധാനപ്പെട്ട ആളുകളെ, അത് WCCയുടെ ഈ പറയുന്ന അവിടെ ഒരു മാറ്റം കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്ന സ്ത്രീകളെയും അതേപോലെ മറ്റുള്ള സംഘടനയിൽ നിന്നും ആളുകളെ കൊണ്ടുവന്ന് തന്നെ അതിനോടൊപ്പം തന്നെ നിയമപരമായി ഇതിനെക്കുറിച്ച് ഇതിലെന്തെല്ലാം രീതിയിൽ സിനിമയ്ക്ക് ഉള്ളിൽ ഒരു നിയമം കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വിഷയമാണ്. കാരണം ഇതൊരാളുടെ ഇഷ്ടമാണ്. അത് പല കാരണങ്ങൾ കൊണ്ട് ഒരാളെ ഒരു സിനിമയിൽ നിന്ന് ഇല്ലാതെയാക്കാൻ സാധിക്കും. ആ ഇല്ലാതെയാക്കാൻ ഇനി ഏത് കോടതി മുമ്പ് എനിക്ക് അവരുടെ അഭിനയം ഇഷ്ടപ്പെട്ടില്ല, എനിക്ക് അവരുടെ ഡബ്ബിങ് ഇഷ്ടപ്പെട്ടില്ല, അവരുടെ ഹെയർ ഡ്രസ്സിങ് രീതി ഇഷ്ടപ്പെടുന്നു, ഇങ്ങനെ എന്ത് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് തന്നെ ഇതിനകത്തൊരു നിയമം കൊണ്ടുവരിക എന്ന് പറയുന്നത് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വിഷയമാണ്. അപ്പോൾ അതിനെയൊക്കെ മറികടന്നുകൊണ്ട് എങ്ങനെയൊക്കെ നമുക്ക് നിയമത്തിൽ ഒരുപാട് പഴുതുകളുണ്ട്, അതെല്ലാം കൊണ്ടുവന്നുകൊണ്ട് തന്നെ ഇവിടെ ഒരു വളരെ കർക്കശമായ ഒരു എന്താ പറയുക, വളരെ നിയമം എന്ന് പോലുമല്ല, ചില കോൺട്രാക്റ്റുകൾ ഇവിടെ ഉണ്ടാക്കണം. എഗ്രിമെൻ്റ് നിർബന്ധമാക്കണം. ഓരോരുത്തർക്കും എഗ്രിമെൻ്റ് ഉണ്ടായിരിക്കണം. അത് എഗ്രിമെൻ്റ് ഉണ്ടാക്കുമ്പോൾ ഇപ്പോൾ ഇവിടെ ഭൂരിഭാഗം ആർട്ടിസ്റ്റുകൾ എന്താ പറയുന്നത്, ചിലപ്പോൾ 5 ദിവസം അഭിനയിച്ചിട്ട് എന്നെ വേണ്ടാന്ന് വെച്ചു, മറ്റൊരാളെ വെച്ചു, അത് എന്നോടിങ്ങനെ പറഞ്ഞു, ഞാൻ ഓന്ന് പറഞ്ഞത് കൊണ്ട് എന്നൊക്കെ ഉള്ള ആരോപണങ്ങളുണ്ട്. അതൊക്കെ രേഖകളാക്കണം. അവർ അഭിനയിച്ചതിൽ എന്താണ് അവരുടെ ഭാഗത്ത് നിന്നുള്ള പിഴവ്, എന്തുകൊണ്ടാണ് അവരെ മാറ്റിയത്, അവരെ എഡിറ്റിങ് അല്ലെങ്കിൽ അവരെ ഫോട്ടോഗ്രാഫി, ആണുങ്ങൾക്കും ഒക്കെ ഇതുണ്ടാകുന്നുണ്ട്, ഇത് പെണ്ണുങ്ങൾക്ക് മാത്രമൊന്നും അല്ല. ഇത്തരം കാര്യങ്ങൾക്ക് എല്ലാം ഒരു എഗ്രിമെൻറ്റിൽ കൂടി ഒരു കോൺക്ലേവ് എന്ന് പറയുമ്പോൾ അതിൽ പോലീസ് ഓഫീസേഴ്സ്, നിയമവിദഗ്ധർ, സിനിമയിലുള്ളവർ, അങ്ങനെ എല്ലാവരും ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ ഇത്. അതിനകത്ത് ഒരു കാര്യം കൂടെ ഉള്ളത്, ഇപ്പോൾ ചാൻസ് ചോദിക്കുമ്പോഴാണ് ഈ പലപ്പോഴും ഇവരൊക്കെ പീഡിപ്പിക്കപ്പെട്ടതെന്നാണ് പറയുന്നത്. ചാൻസ് കൊടുക്കാമെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ചാൻസ് കിട്ടില്ല എന്നുള്ളത് കൊണ്ട് സമ്മതിക്കേണ്ടി വന്നു, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അവിടെ ഒരു സംവിധാനം, എന്ത് സംവിധാനം പറയണമെന്നതിനെ കുറിച്ച് നമ്മളിപ്പോൾ ചർച്ച തുടങ്ങിയിട്ടേ ഉള്ളൂ. ഒരു ക്രിയേറ്റിവിറ്റിയാണിത്. ഇതിനകത്ത് പല സ്ഥലത്തും നമുക്കൊക്കെ അഭിപ്രായം പറയുന്നതിലൊരു പ്രശ്നമുണ്ട്. ചിലപ്പോൾ സംവിധായകന് തീരുമാനിക്കാൻ പറ്റും, ഇല്ലെങ്കിൽ പ്രൊഡക്ഷൻ കമ്പനിയാണോ തീരുമാനിക്കേണ്ടത്. പണ്ടത്തെ പോലെ കുറച്ചുകൂടെ പ്രൊഡക്ഷൻ കമ്പനികൾ ഇടപെടുന്ന ഒരു സ്പേസ് ആയിരുന്നു കുറച്ചുകൂടെ മുമ്പ് മലയാള സിനിമയിലുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴും ഈ സംവിധായകർ കൃത്യമായിട്ടുള്ളൊരു അഭിപ്രായമുണ്ട്, അതിനനുസരിച്ച് അത് മുന്നോട്ട് പോകും. ഇവിടെയൊക്കെ നമ്മൾ എങ്ങനെയാണ് ഇതൊരു ഒഫീഷ്യൽ സംവിധാനത്തിലേക്ക് നമ്മളൊരു ആപ്ലിക്കേഷൻ അയച്ചിട്ട് നമുക്ക് എങ്ങനെ വരാൻ പറ്റും, അങ്ങനെയൊക്കെ ചർച്ച ചെയ്യാൻ പറ്റുമോ? ആപ്ലിക്കേഷൻസ് അയക്കുക എന്നുള്ളതല്ല. അപ്പോൾ സ്വാഭാവികമായും ഇവർ പിന്നെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ്സ് വഴിയാണ് ഇത് കൊണ്ടുവരുന്നത്. ഈ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് വഴി ആർട്ടിസ്റ്റുകളെ കൊണ്ടുവരുന്ന ഏർപ്പാട് ഇല്ലാതെയാക്കുക. കാരണം ഏറ്റവും അധികം ആരോപണ
നേരിടുന്ന പ്രൊഡക്ഷനിലുള്ള ആൾക്കാരെ ചൊല്ലി തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ഉദ്യോഗം എന്ന് പറയുന്നത് എന്താണ്, ഇതിൻ്റെ ടോട്ടൽ എക്സ്പെൻസ് എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പം അത്തരം കാര്യങ്ങളിൽ ഒരു ആർട്ടിസ്റ്റിനെ കൊണ്ടുവരിക, അതിന് ഒരു സിസ്റ്റം ഇവിടെ ഉണ്ടാക്കണം. കാസ്റ്റിംഗ് ഡയറക്ടർ അപ്പോൾ നമ്മളെ ഫോറിനിലൊക്കെ അങ്ങനെയുണ്ട്, ഇപ്പോൾ ഒരുപാട് ഉണ്ട്. അങ്ങനെ ഒരു കാസ്റ്റിംഗ് ഡയറക്ടർ എപ്പോഴും ഒരു സ്ത്രീയെ വെക്കുക, കുറച്ചുകൂടി സേഫ് ആയിരിക്കും. അപ്പോൾ അതല്ല, അത് എബിലിറ്റിക്ക് അനുസരിച്ചല്ലേ അത്തരം ഒരു കാസ്റ്റിംഗ് ഡയറക്ടേഴ്സ് ഒക്കെ ഉണ്ടായി വരുന്നത്. ഇപ്പോൾ ഇവിടെ ഉള്ള അല്ലല്ല, അതൊക്കെ നിയമമായി കൊണ്ടുവരണം. അല്ലാതെ നമ്മൾ ഒന്നും ചുളുവിന് നമ്മൾ ഒന്നും നേടിയെടുക്കാമെന്നൊന്നും വിചാരിക്കേണ്ട. അത് കൊണ്ടുവരണം നിർബന്ധം. അത് അവരൊരു ബഡ്ജറ്റ് വെച്ചാൽ മതി. എനിക്ക് ഇത്രയും ബഡ്ജറ്റേ എനിക്ക് പറ്റുള്ളൂ. അതിനൊക്കെ വർക്ക് ചെയ്യാനായിട്ട്, കാരണം സിനിമയിൽ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള ഒരുപാട് പേരുണ്ട്, പക്ഷെ അവസരങ്ങൾ കിട്ടുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇതൊരു സിസ്റ്റമാക്കിയിട്ട്, ഇതൊരു നിയമത്തിൻ്റെ ഒരു പരിധിക്കുള്ളിൽ തന്നെ ഇത് കൊണ്ടുവരണം. ഒരു കാസ്റ്റിംഗ് ഡയറക്ടർ നിങ്ങൾ നിർബന്ധമായിട്ടും വെച്ചിരിക്കണം. കാരണം ഇപ്പം പണ്ടത്തെ പോലെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് എന്ന് പറയാൻ പാടില്ല, ലൈൻ പ്രൊഡ്യൂസർ എന്ന് പറയണം എന്നാണ് പറയുന്നത്. പണ്ട് പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ്, പിന്നെ പ്രൊഡക്ഷൻ മാനേജർ, പിന്നെ അതിന് താഴെ ഒരാൾ കൂടി ഉണ്ട്, അങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പം അതൊക്കെ മാറി ഇപ്പം ഇതുപോലെയൊക്കെ ആയി. ഇപ്പം പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് തന്നെയാണ് ലൈൻ പ്രൊഡ്യൂസർ. അപ്പോൾ ഏകദേശം ഈ പ്രൊഡ്യൂസറുടെ തുല്യ സ്ഥാനമാണ് അവർക്ക്. അതൊക്കെ ഒരു മാറ്റം വരുത്തിയാൽ കുറേ അധികം സ്ത്രീകൾക്ക് കുറച്ചുകൂടി സേഫായിട്ട്, വിശ്വാസത്തോടു കൂടി, ധൈര്യമായിട്ട് ഒരു പടത്തിൻ്റെ ഓഡിഷന് വിളിച്ചാൽ പോലും ഇനി അവിടെ പോയാൽ തന്നെ സ്ത്രീകളുടെ സാന്നിധ്യത്തിൽ തന്നെ അവരെ ഓഡിഷന് വിധേയരാക്കണം. അല്ലാതെ പുരുഷന്മാർ മാത്രം ഒരു മുറിക്കുള്ളിൽ അത്തരം കാര്യങ്ങളെല്ലാം, ഇതെല്ലാം നമ്മൾ ഒരു കണ്ടീഷൻ വെക്കണം. അതിനാണ് WCC അതിനു വേണ്ടിയാണ് ഇറങ്ങേണ്ടത്. അപ്പോൾ അവർ അതെല്ലാം ഈ കോൺക്ലേവിൽ അവർ ഉൾപ്പെടുത്തണം. ഒരുപക്ഷെ ഞാനിപ്പോൾ പറയുമ്പോൾ അതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറയുമായിരിക്കും, പക്ഷേ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം പറയുമ്പോഴാണ് ഇതൊരു പെർഫെക്ഷനിലേക്ക്, അത് ഇന്ത്യയുടെ ഏറ്റവും വലിയൊരു ചരിത്രമായിരിക്കും. കേരളത്തിൽ സിസ്റ്റമാറ്റിക്കായിട്ട് സിനിമ ലോകം പ്രവർത്തിക്കുന്നു എന്നുള്ളത്. അങ്ങനെ ഒരു മാറ്റം ഇവിടെ കൊണ്ടുവരണം. പെൺകുട്ടികളോട് പ്രത്യേകിച്ച് പറയുന്ന, എപ്പോഴും ഞാൻ പറയുന്ന, ഏതെങ്കിലും പത്രത്തിൽ നടിമാരെ ആവശ്യമുണ്ട്, ഇന്ന ലോഡ്ജിലേക്ക് വരുമെന്നാണ്, പോകരുത്, പറഞ്ഞാൽ കേൾക്കില്ല. എന്തെങ്കിലുമൊക്കെ അവിടെ ചെന്ന് പല രീതിയിലും സാമ്പത്തിക ചൂഷണം, ശാരീരിക ചൂഷണം, ഇതൊക്കെ ഇത് പെൺകുട്ടിക്ക് മാത്രമല്ല ആൺകുട്ടികൾക്കും ഉണ്ടാവാറുണ്ട്. ഇടയ്ക്ക് ചാനൽ ചർച്ചയിലൊക്കെ ഞാൻ ഒരു 2 കൊല്ലം മുമ്പ് എന്തോ സംസാരിച്ചിരുന്നു. ഏതോ ഒരു ഓണം കയറാൻ മൂലയിൽ ഒരു വീട്ടിൽ കൊണ്ടുപോയിട്ട് അവസാനം വേറെ മറ്റേ മോശം സിനിമയായിരുന്നു അവിടെ ഷൂട്ട് ചെയ്തത് എന്നൊക്കെ. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങളിത് ഏതാന്ന് അന്വേഷിക്കാതെയാണോ പോകുന്നത്? അപ്പം അവസരം കിട്ടുന്നു എന്ന് കേൾക്കുമ്പോൾ അടിച്ചു പിടിച്ചു ഓടാതെ അന്വേഷിക്കുക. ഏതെങ്കിലും ഇത്തിരി പരിചയമുള്ള ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ എനിക്ക് ഇന്ന ആളുടെ നമ്പർ സംഘടിപ്പിച്ചു തരും, എനിക്ക് അവരോട് ചോദിക്കണം. സംഘടനാപരമായി ചോദിക്കാം, അല്ല ഇൻഡിവിജ്വലായിട്ട് ഓരോരുത്തരെ വിളിച്ച് ചോദിക്കാം. സ്ത്രീകളോടും പുരുഷന്മാരും ഇങ്ങനെ ശരിയാണോ, ഇത് നല്ല പ്രൊഡക്ഷനാണോ, ഞാൻ അങ്ങോട്ട് പോട്ടെ. കുറേ ഇത് സർക്കാർ മാത്രം വിചാരിക്കേണ്ട ഒരു കാര്യമല്ല.